ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ വെബ്സൈറ്റുകളിൽ ഓരോ എലമെൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ എലമെൻറ്റിലൊക്കെ മൗസ് പോയിൻ്റർ കൊണ്ടുവയ്ക്കുമ്പോഴോ ക്ലിക്ക് ചെയ്യുമ്പോഴോ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CSSലെ ട്രാൻസിഷൻ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത്തരം എഫക്റ്റുകൾ നമ്മൾ വെബ്സൈറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് CSSലെ ട്രാൻസിഷൻ എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത്തരം എഫക്റ്റുകൾ എങ്ങനെ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരാം, അതുപോലെ അതിലുള്ള കുറേ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് നോക്കാം. CSSലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ മെയിനായിട്ട് 4 പ്രോപ്പർട്ടീസാണ് വരുന്നത്. ട്രാൻസിഷൻ പ്രോപ്പർട്ടി, ട്രാൻസിഷൻ ഡിലേ, ട്രാൻസിഷൻ ഡ്യൂറേഷൻ, ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഈ 4 ഫംഗ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ CSSലെ ട്രാൻസിഷൻ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ മൗസ് കൊണ്ട് വെക്കുക, ക്ലിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വളരെ സ്മൂത്തായിട്ട് ചേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു എലമെൻറ്റിൻ്റെ വിഡ്ത്ത് ആയിരിക്കാം ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറായിരിക്കാം. ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസിഷൻ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഡ്യൂറേഷൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചേഞ്ചിങ് എത്ര സമയം കൊണ്ടാണ് നടക്കുന്നത്, എത്ര ഡ്യൂറേഷൻ വേണം, അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡ്യൂറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് വളരെ സ്മൂത്തായിട്ട് കുറച്ച് ടൈം ഡ്യൂറേഷനിലാണ് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ ഡ്യൂറേഷൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ട്രാൻസിഷൻ ഡിലേ ആണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര ടൈം കഴിഞ്ഞിട്ടാണെന്ന് നോക്കുന്നതാണ്. അതായത് നമ്മളൊരു എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചോ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര ടൈം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ വരുത്താനാണ് ട്രാൻസിഷൻ ഡിലേ എന്ന ഭാഗം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്, ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ടൈം എടുക്കുന്നത് എങ്ങനെയാണ്. ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാവും മാറുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ, അതായത് വളരെ കുറഞ്ഞ ആ ഒരു ടൈം ചേഞ്ചിനെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു HTML എലമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു എലമെന്റിനാണ് നമ്മൾ ട്രാൻസിഷൻസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ഇമേജോ ഏതോ ഒബ്ജക്റ്റ് വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ ഒരു എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു എലമെന്റിന് ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൊടുക്കാം. എന്താണ് ട്രാൻസിഷൻ ചെയ്യേണ്ടത്, അതായത് ഒരു വിഡ്ത്ത് ആയിരിക്കണം മാറേണ്ടത് എന്നുണ്ടെങ്കിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം. അടുത്തത് വിഡ്ത്ത് ചേഞ്ച് ആവേണ്ടത് എത്ര സെക്കൻഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ടാണ് എനിക്ക് ആ വിഡ്ത്ത് ചേഞ്ച് ആവേണ്ടതെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു എലമെന്റിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ, മൗസ് കൊണ്ടുവയ്ക്കുമ്പോഴാണ് ആ ഒരു ചേഞ്ച് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് div ഹവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്യൂഡോ ക്ലാസ് വിളിക്കാം. ഹവർ ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത് എന്നാണ് ഈ ഒരു ഹവറിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. വിഡ്ത്ത് 400 പിക്സലായിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ആ എലമെന്റിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹവർ ചെയ്യണ സമയത്ത് വിഡ്ത്ത് എത്രയാണ്, 2 സെക്കൻഡ് കൊണ്ടാണ് ചേഞ്ച് ആവണേ, പെട്ടെന്നല്ല ചേഞ്ച് ആവണേ. ഞാനിപ്പോൾ ഇവിടെ ഈ 2 സെക്കൻഡ് എടുത്ത് കളയാം. വേണ്ടോ, പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് ഇവിടെ വരുത്തുന്നത്. ആ ഡ്യൂറേഷൻ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രോപ്പർട്ടി ചേഞ്ച് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു പതുക്കെയുള്ള സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡ്യൂറേഷൻ കൊടുക്കണം. ഇപ്പോൾ 3 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഞാൻ 3 സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ഈ സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹൈറ്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. എത്ര സെക്കൻഡ് കൊണ്ടാണ് ചേഞ്ച് ആവേണ്ടത്, 3 സെക്കൻഡ് കൊണ്ട്. ഇനി എങ്ങനെയാണ് ചേഞ്ച് ആവേണ്ടത്, ഏത് ചേഞ്ചാണ് വരുന്നതെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഹൈറ്റ് 400 പിക്സലായി മാറണം. ഇനി നമുക്ക് ഹവർ ചെയ്ത് നോക്കാം. കണ്ടോ, വിഡ്ത്തും ഹൈറ്റും 3 സെക്കൻഡ് കൊണ്ട് 400 പിക്സലായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിഷൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ട്രാൻസിഷൻ ഡിലേ ആണ് നോക്കുന്നത്. ട്രാൻസിഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ മൗസ് ഹവർ ചെയ്തിട്ട് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ വരേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതി കൊടുക്കാം. ട്രാൻസിഷൻ ഡിലേ
2 സെക്കൻഡ്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം മൗസ് ഹവർ ചെയ്തപ്പോൾ വന്നിട്ടില്ല. 2 സെക്കൻഡിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിനാണ് ട്രാൻസിഷൻ ഡിലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഹൈറ്റും വിഡ്ത്താണ് ഇപ്പം ട്രാൻസിഷൻ ചെയ്ത് മാറിയിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് നേരത്തെ നമ്മളൊരു ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു എലമെന്റിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൈറ്റ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കൊടുക്കാം. 3 സെക്കൻഡ് തന്നെ കൊടുക്കുന്നു. എന്താണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റിന്റെ? ട്രാൻസ്ഫോം അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. നമുക്ക് ട്രാൻസ്ഫോം കൊടുത്തിട്ട് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വിളിച്ചു. ഇതിനുള്ളിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇനി നമുക്ക് നോക്കാം. ഇനി മൗസ് കവർ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ ആ ഒബ്ജക്റ്റിന് റൊട്ടേഷനും കിട്ടി. ഇപ്പോൾ എന്തൊക്കെ ചേഞ്ച് ആയി? മൗസ് ഹവർ ചെയ്തപ്പോൾ വിഡ്ത്ത് ചേഞ്ച് ആയി, ഹൈറ്റ് ചേഞ്ച് ആയി, ട്രാൻസ്ഫോം റൊട്ടേഷൻ ചെയ്യുകയും ചെയ്തു ആ ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരു സ്മൂത്ത് ചേഞ്ചിലാണ് വന്നേക്കുന്നത്, പെട്ടെന്നല്ല, പതുക്കെയാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷനിലുള്ള ടൈമിംഗ് ഫംഗ്ഷൻ എന്ന പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ടൈമിംഗ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ ബോട്ട്സുകളും, ഇപ്പോൾ ഒരു 4 ബോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബോട്ട്സിനും ഒരേ ട്രാൻസിഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് ഒരേ സ്പീഡിലായിരിക്കും 2 സെക്കൻഡ് കൊണ്ട് വിഡ്ത്ത് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ട്രാൻസിഷൻ ടൈമിംഗ് പ്രോപ്പർട്ടിയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു 5 പ്രോപ്പർട്ടിയാണ് എഴുതിയേക്കുന്നത്. ലീനിയർ, ഈസ് ഇൻ, ഈസ് ഔട്ട്, ഈസ് ഇൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. അതായത് ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ തുടങ്ങുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും ഒരേ സ്പീഡിലായിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് ചില ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ തുടങ്ങുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടും എൻഡ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. പിന്നെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസിഷൻ്റെ സ്റ്റാർട്ടിങ് ടൈമും എൻഡിങ് ടൈമും ഒക്കെ ഉള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫങ്ഷനാണ് ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സ്പീഡായിരിക്കും. അപ്പോൾ ആദ്യത്തെ ടൈമിംഗ് ഫംഗ്ഷനാണ് ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സെയിം സ്പീഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കത് കൊടുത്ത് നോക്കി നോക്കാം. ഞാൻ ഓരോ ബോട്ട്സിനും ഓരോ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ID വെച്ച് നമുക്ക് കൊടുക്കാം. ടൈമിംഗ് ഫംഗ്ഷൻ ലീനിയർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹവർ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരേ സ്പീഡാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഒരേ സ്പീഡാണ് അതിനുള്ളത്. നെക്സ്റ്റ് ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞ ടൈമിംഗ് ഫംഗ്ഷനാണ്. അതെന്ന് പറഞ്ഞാൽ പതുക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഫാസ്റ്റ് ആവും, പിന്നെ സ്ലോ ആയിട്ട് എൻഡ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കൊടുത്ത് നോക്കാം. ഓക്കെ, ഈസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹവർ ചെയ്ത് നോക്കാം. കണ്ടോ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു ഫാസ്റ്റ്, എൻഡ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് എൻഡ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് ഈസ് ഇൻ എന്ന് പറഞ്ഞത്. ഈസ് ഇൻ എന്ന് പറയുമ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അർത്ഥം, പിന്നെ ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഈസ് ഇൻ, ഈസ് ഇൻ കൊടുത്തപ്പോൾ ഉണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ പതുക്കെ എൻഡ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഈസ് ഔട്ട് ആണ്. ഈസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആയിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടി കൊടുക്കാം. അവിടെ ഈസ് ഔട്ടിൽ ഹവർ ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ടായിരിക്കും അത് എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ഈസ് ഇൻ, ഈസ് ഔട്ട്, അതുകൊണ്ട് കൊടുക്കാം. ഈസ് ഇൻ, ഈസ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ സ്റ്റാർട്ടും, ഈസ് ഇൻ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിനെയാണ് പറയുന്നത്. ഈസ് ഇൻ ഔട്ട് കണ്ടോ, ഈസ് ഇൻ ഔട്ടിൽ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഫാസ്റ്റ് ആവും, പിന്നെ സ്ലോ ആയിട്ട് എൻഡ് ചെയ്യും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ട്രാൻസിഷൻ്റെ സ്പീഡ് സ്ലോ ആയിട്ടും തുടങ്ങുമ്പോൾ സ്ലോ ആയിട്ട് ഫാസ്റ്റ് ആയിട്ടൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിംഗ് ഫങ്ഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇന്ന് നമ്മൾ CSSലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ട്രാൻസിഷനിൽ വരുന്ന പലതരം ഫങ്ഷൻസിനെ കുറിച്ചിട്ട് നോക്കി. എങ്ങനെയാണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നത്, അത് വളരെ സ്മൂത്ത്ലി എങ്ങനെ
ചേഞ്ച് ആവും, അതുപോലെ തന്നെ ഡിലേ വെച്ചിട്ട് എങ്ങനെ ചേഞ്ച് ആവും, ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ട് എങ്ങനെ ചേഞ്ച് ആവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. കൂടുതൽ എക്സാമ്പിളുകൾ റെഫർ ചെയ്ത് ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.